ഈ ഹോള് കണ്ടല്ലോ, ഈ ഹോളിന്റെ കേസ് എന്നാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഒരു ഹോള് കാണിച്ചെന്നല്ലോ, നമ്മളിവിടെ ഇടുക്കിയിലേക്ക് ഷിഫ്റ്റായി വന്നേക്കുമായിരുന്നു ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ പട്ടിക്കൂട് 3 പട്ടിക്കൂട് ചുമന്നുകൊണ്ട് വന്ന വഴിക്ക് ചുമക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓടൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചായിരുന്നു. എന്നിട്ട് കൂട് സെപ്പറേറ്റാണ് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവർ നനയാണ്ടിരിക്കാനായിട്ട്, നല്ല മഴയാണ്, നനയാണ്ടിരിക്കാനായിട്ട് പടുത കെട്ടിയായിരുന്നു വെച്ചായിരുന്നു. അപ്പോൾ ഇവനെ ആ ജർമ്മനെ ഒരു കൂട്ടിലായിരുന്നു ഇട്ടാർന്നത്. വന്നേ ഇങ്ങോട്ടാ, വന്നേ ബാ. ഓക്കെ, എൻ്റെ ഫാൻസിന് നോക്കി, എൻ്റെ ഫാൻസിന് ഇവനെ കൊടുക്കണമെന്നൊക്കെ ഒരുപാട് ഒരു വെച്ചാറുണ്ടാവും. ഇതിനെ കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം പെറ്റ് ഇവനൊക്കെ. അപ്പോൾ ഇന്നലെ അല്ല, ഇത് 5 ദിവസം മുമ്പത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിച്ചെന്ന് വെച്ചാൽ മഴ ഇച്ചിരി മാറിയെന്നോ അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ആ കുറച്ച് ഹോള് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവൻ അതിൽ കൂടെ ആ പടുത കടിച്ച് കീറിയൊരു ഹോളാക്കി ആ ഹോളിൽ കൂടെ പുള്ളപ്പെടുത്ത് ചാടി നമ്മുടെ ഒരു 1.5 ഏക്കർ ചുറ്റളവിലുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ ഫെൻസിലാണ്. അപ്പം ആ ചുറ്റളവിലുള്ള സ്ഥലത്തിൽ കൂടെയാണ് ഇവൻ താഴേക്ക് ഇറങ്ങി വന്ന്. റോക്കോയും എന്നെ പിടിക്കത്തില്ല. ഇവൻ ആനിമേകൃഷ്ണൻ ഭയങ്കരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കമൻറ്റ് ചെയ്യുന്ന ട്രെയിനർമാരുടെ കേസല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് DM അയക്കുന്ന ഒരുപാട് നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ട് നമ്മുടെ നല്ല ആഗ്രഹിക്കുന്നത്. ഈ ഒരുമാതിരി മുഷ്ക് കാണിച്ച് കമൻറ്റ് ചെയ്യണവന്മാരുടെ അടുത്തല്ല ഞാൻ പറയുന്നത്. അവന്മാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അമ്മമാരുടെ ഉള്ള കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ ചാടി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ ഗേൾഫ്രണ്ട് അവിടെ നിൽക്കണ്ടായിരുന്നു, വേറെ 2 ഡോഗ്സ് നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെ റോക്കോയും നിൽക്കുന്നുണ്ട്. റോക്കോനൊക്കെ ഞാൻ എങ്ങനെ വളർത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിയാവുന്ന കേസാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ നേരെ ഒരു ആക്രമണം വരുമ്പോൾ നമ്മൾ അഡ്രിനാലിന് പലതും ചെയ്തു. അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ കുറച്ച് പിന്നെ കണ്ടത്. അപ്പോൾ അത് അന്ന് ഒരു 500 മീറ്റർ മുകളിലേക്ക് പോയിട്ട് ചോക്സിൻ എടുക്കാനോ വെള്ളം തിളപ്പിച്ചുകൊണ്ട് താഴേക്ക് വരാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ സാധനം വെച്ചിട്ട് മൂക്കിട്ട് തട്ടുക, അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് വർക്കാവുകയും ചെയ്തു. രണ്ടാമത്തെ അടിയിൽ, ആദ്യത്തെ അടിയിൽ എനിക്ക് കടി കിട്ടി. കടി എന്ന് പറഞ്ഞാൽ തന്നെ കടിച്ചതല്ല, റോക്കോനെ കടിക്കാൻ പോയപ്പോൾ പല്ലി സൈഡിൽ കൂടെ അങ്ങ് പോയതാണ്. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അത് ശരിയാവുകയും ചെയ്തു. അപ്പം നമ്മൾ ഒരുപാട് ബ്രീഡ് ഈ കൈ കൂടെ മാറി മാറി പോയതാണ്. നമുക്ക് ഒരുപാട് ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാ തരം കേസുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒരുപാട് ഊസിയാക്കുന്ന രീതിയിൽ പറയാണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. അങ്ങനെയുള്ള ആൾക്കാർ നല്ല നല്ല ടിപ്സൊക്കെ പറഞ്ഞു തന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് വരും. അല്ലാണ്ട് ഒരുമാതിരി 2 കാലിൽ പിടിച്ച് അകത്തുക പട്ടികളെ, ചൂടുവെള്ളം കോരി മുഖത്തേക്ക് ഒഴിക്കാന്ന് പറഞ്ഞ ടീമുകളുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ വേറെ കുറേ ഡോഗോ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഒരുത്തനുണ്ട് കമൻറ്റ് സെക്ഷനിൽ ഒരു പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ ഫോട്ടോകൾ ഒരുത്തൻ പഠിച്ചോ. അത് ഓഫായി പോയി. ഗുഡ് ബോയ് ആണോ അല്ലയോ? ഗുഡ് ബോയാ സാറേ. പക്ഷെ വേറെ ആരെങ്കിലും വന്നാൽ എനിക്ക് പ്രശ്നമാണ്. മൃഗങ്ങളൊന്നും വരാണ്ടിരുന്നാൽ ഞാൻ ഗുഡ് ബോയാ സാറേ. ഇവരെ ഈ ഡോഗോടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവരെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഹണ്ട് ചെയ്യാനാണ്. ഇവർക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവർ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഈ മറ്റുള്ള ആനിമൽസിനെ അറ്റാക്ക് ചെയ്ത് ബൈറ്റ് ചെയ്യുന്നതെന്നുള്ള കേസ്. കാര്യം പറഞ്ഞാൽ ശരിയാണ്. ഇവർക്ക് അടിക്കുമ്പോൾ അത് ട്രിഗറായിട്ട് കൂടുതൽ, അതായത് ആനിമൽ അറ്റാക്ക് ചെയ്തിട്ടാണ് ഇവന്മാർക്കിത് വരുന്നതെന്ന് ഓർത്ത് ആ ആനിമലത്ത് കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഇറക്കുകയോ ചെയ്യത്തുള്ളൂ. ഞാൻ കാണിച്ചൊരു മണ്ടത്തരം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് അതാണ്ട് വേറൊരു വഴി എനിക്കില്ലായിരുന്നു. അതായത് മുകളിൽ പോയിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനോ ചോക്സിൻ എടുക്കാനോ. ഒരു തിൻ ചെയിനായിരുന്നു ഇതിൻ്റെ. ഈ ചോക്സിൻ വളരെ ചെറിയൊരു ചെയിനായിരുന്നു. അത് നമ്മുടെ കൈ പോലും കയറത്തില്ല, അത്ര ടൈറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്ത്യൻ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് കിട്ടണ എന്തെങ്കിലും വെച്ച് ഇരിക്കാനല്ലാണ്ട് നമുക്ക് വേറെ ഒന്നിനും നമുക്ക് സമയം ഉണ്ടാകത്തില്ല ആ സമയത്ത്. കാരണം അത്ര ഡേഞ്ചർ സിറ്റുവേഷനായിരുന്നു. പിന്നെ ഈ ബ്രീഡിനെ കൊല്ലണം, ഈ ബ്രീഡിനെ ഇവിടുന്ന് ബാൻ ചെയ്തതല്ലേ, ബാൻ ചെയ്യണമെന്നൊക്കെ പറയുന്ന ടീമുകളെടുത്ത് ഇങ്ങനെ പറയാനുള്ള നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ടാന്നേ. ഇവിടെ മര്യാദയ്ക്ക് ഇതിനെ കൊണ്ടുനടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും പറ്റിയൊരു ബ്രീഡല്ലേ ഇത്. ഞാൻ പിന്നെ എടുത്തു പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു ബ്രീഡല്ല, മനസ്സിലാവാം. അത്യാവശ്യം പിള്ളേർക്കോ കാരണന്മാർക്കോ ഒന്നും പറ്റിയൊരു ബ്രീഡല്ല. അഗ്രസീവായിട്ടുള്ള ബ്രീഡ്സ് ഏതാ, പപ്പീസ് ഉണ്ടോ,
നമുക്കൊന്ന് വാങ്ങിച്ച് തരാമോ എന്നൊക്കെ പറഞ്ഞ ടീമിനടുത്ത് ഞാൻ പറയുന്നു, ഈ സംഭവം ഈ ഡോഗ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ അഗ്രഷന് പറ്റിയൊരു ബ്രീഡല്ല. ഇവരുടെ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രീം അഗ്രഷനാണ്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കണം നോക്കണ്ട, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലത്തെ അഗ്രഷനുള്ള ബ്രീഡാണ്. അപ്പോൾ ഇത് കൈ നിൽക്കത്തില്ല നിങ്ങൾക്ക് ഇതിനെ വേറെ പട്ടികളെ നോക്കി ഇതില്ലാന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല പട്ടികളെ നോക്കി എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേസല്ല ഇത്. നിങ്ങളുടെ കൈ നിൽക്കത്തില്ല. വെറുതെ നിങ്ങൾക്ക് എടുത്തു തന്നിട്ട് നിങ്ങളുകൊണ്ട് അടുത്ത പണി ഉണ്ടാക്കാന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ചുറ്റളവ്, നല്ല അത്യാവശ്യം തോട്ടോ അല്ലെങ്കിൽ പന്നിശല്യോ ഒക്കെ ഉള്ള കൃഷിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പന്നി പോയിട്ട് ഒരു കൂപ്പും കയറാൻ പോകുന്നില്ല നിങ്ങളുടെ ഒരു ഫെൻസിനകത്തേക്ക് ഇവനുണ്ടെങ്കിൽ. ഇതൊന്നില്ല നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ബ്രീഡാണിത്. മനസ്സിലായോ? സ്നേഹമുണ്ട് കുറച്ച് പേരോട്, വളരെ ചുരുക്കം ആൾക്കാരോട് എന്നോട് ഇവളോടൊക്കെ ഇതിന് സ്നേഹമുള്ളൂ. അപ്പം ബാക്കി ആരെ കണ്ടാലും വിഷയമാണ്. ആനിമൽസിനടുത്ത് പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പട്ടീനെ തുറന്നു വിട്ട് താഴെ വന്ന് ഞാൻ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കണ എൻ്റെ പട്ടിയുടെ മേത്ത് കൊണ്ട് കടിപ്പിച്ച് എൻ്റെ കൈയും കളഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കതിനുള്ള വകുപ്പുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലായോ? അല്ലാണ്ട് എനിക്ക് ഇത് വിറ്റിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ കുറേ കമൻറ്റ് ഉണ്ടോ, എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറി, അത് കാരണം ഞാൻ അങ്ങ് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നും അല്ല ഗൈസ്. അപ്പം അത്ര തന്നെ. ഇവിടെ എല്ലാ പട്ടികളും ഞാൻ അങ്ങനെ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കും, മനുഷ്യനല്ലേ. അങ്ങനെ ആയിക്കോട്ടെ.